Translation on the t-axis. Unit step function. A unit step function u of t minus a is defined to be u of t minus a equal to 0 for 0 less than or equal to t less than a and 1 for t greater than or equal to a. നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് യു ഓഫ് ടി മൈനസ് എ എന്നാണ്. ആൻഡ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് യു ഓഫ് ടി മൈനസ് എ 0 ആയിരിക്കും ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് 1 ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഡിഫൈൻ യു ഓഫ് ടി മൈനസ് എ ഓൺലി ഓൺ ദ നോൺ നെഗറ്റീവ് ടി ആക്സിസ്. ഓക്കെ, നമ്മളിവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ നോൺ നെഗറ്റീവ് ടി ആക്സിസിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. നെഗറ്റീവ് ടി ആക്സിസിൽ അത് ഡിഫൈൻ ചെയ്യുന്നില്ല. നോക്കൂ, ഇവിടെ എന്താണ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അത് മുതലാണ് ഇവിടെ യു ഓഫ് ടി മൈനസ് എ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അതായത് നോൺ നെഗറ്റീവ് ടി ആക്സിസിൽ. When a function f defined for t greater than or equal to 0 is multiplied by u of t minus a, the unit step function turns off a portion of the graph of that function. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 2t മൈനസ് 3. നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി കൺസിഡർ ചെയ്തു, അത് തന്നിട്ടുണ്ട് 2t മൈനസ് 3 എന്നാണ്. ആൻഡ് വി കൺസിഡർ എ ഫംഗ്ഷൻ ജി ഓഫ് ടി ഈക്വൽ ടു 2t മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി. നമ്മളൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, എഫ് ഓഫ് ടി എന്താണ് 2t മൈനസ് 3. സോ ജി ഓഫ് ടി ഈക്വൽ ടു എന്താണ് 2t മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. യു ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ എൻ്റെ സ്ഥലത്ത് എന്താണ് 1 ആണ്. സോ യു ഓഫ് ടി മൈനസ് എ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്, ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ അല്ലേ. സോ ഇവിടെ യു ഓഫ് ടി മൈനസ് 1 ആണ് ആൻഡ് യു ഓഫ് ടി മൈനസ് 1 അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക, യു ഓഫ് ടി മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ജി ഓഫ് ടീനെ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 2t മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണ്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1ൽ നമുക്ക് എന്താണ് യു ഓഫ് ടി മൈനസ് 1 ടി ലെസ് ദാൻ 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് 1 എന്താവും 0 ആയിരിക്കും. അതെന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് 0 ആയിരിക്കും. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1ൽ ജി ഓഫ് ടി എന്താവും 2t മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. യു ഓഫ് ടി മൈനസ് 1 ഈ ഇൻ്റർവെൽ എന്താണ് 0 ആണ്. സോ ജി ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1ൽ. ഇനി ജി ഓഫ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് 1ൻ്റെ വാല്യൂ എന്താവും 1 ആവും. സോ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം 2 ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ആണ് ആൻഡ് ദാറ്റ് ഈസ് 1. സോ ഈക്വൽ ടു 2t മൈനസ് 3. അതായത് ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 2t മൈനസ് 3നെ നമ്മൾ എന്താണ് യു ഓഫ് ടി മൈനസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായി 0 ആയി മാറി ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ അതന്നെ. സോ ഈ ഫംഗ്ഷനെ നമുക്കൊരു ഇൻ്റർവെൽ വരെ അല്ലേ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 വരെ, അതായത് ടി ലെസ് ദാൻ 1 വരെ ഈ ഫംഗ്ഷന് നമുക്ക് എന്താ അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 0 വെക്കാം. ആൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് 1 മുതൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ തന്നെ വരും. സോ 1 വരെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവും 0 ആയി മാറും ആൻഡ് 1 മുതൽ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ 2t മൈനസ് 3 എഫ് ഓഫ് ടി തന്നെ ആയിട്ട് വരും. ഓക്കെ, സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എന്താക്കാം 0 ആക്കി മാറ്റാം. So in general f of t into u of t minus a equal to 0 ആയിരിക്കും for 0 less than or equal to t less than a and that is equal to f of t ആയിരിക്കും for t greater than or equal to a. So നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഒരു u of t minus f of t നെ u of t minus a യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ടു 0 ആവും for 0 less than or equal to t less than a and that will be equal to f of t for t greater than or equal to a.
Next, the unit step function can be used to write piecewise defined functions in a compact form. ഓക്കെ, നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനെ ഒരു കോമ്പാക്റ്റ് ഫോമിൽ എഴുതാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടി ഈക്വൽ ടു 2 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2, -1 ഫോർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3 ആൻഡ് 0 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ എഫ് ഓഫ് ടി എന്താണ്? ഇറ്റ് ഈസ് എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലേ. ഇനി ഈ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് ടി ഈക്വൽ ടു 2 മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. ഓക്കെ, നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നത്. സോ എഫ് ഓഫ് ടി എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2ൽ എഫ് ഓഫ് ടി എന്താണ്? 2 ആണെന്ന് കിട്ടണം. ഓക്കെ, സോ ടി ലെസ് ദാൻ 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2ൽ യു ഓഫ് ടി മൈനസ് 2 എന്താവും? ഓക്കെ, നമുക്കറിയാം യു ഓഫ് ടി മൈനസ് എ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഇനി ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2ൽ നമ്മൾ ഫംഗ്ഷൻ ഇവിടെ യു ഓഫ് ടി മൈനസ് 2 ആണല്ലോ. സോ യു ഓഫ് ടി മൈനസ് 2ൻ്റെ വാല്യൂ ഈ ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ദിസ് വിൽ ബി ഈക്വൽ ടു 0. സോ ഈ ഇൻ്റർവെല്ലിൽ 3 ഇൻറ്റു ഇവിടെ എന്താ വരിക? 2 ഉണ്ടാവും. 2 മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് എന്താണ് അടുത്തത്? യു ഓഫ് ടി മൈനസ് 3. യു ഓഫ് ടി മൈനസ് 3യുടെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3 ആൻഡ് ഇറ്റ് വിൽ ബി 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ ടി ലെസ് ദാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 3 അല്ലേ. ടി ഇവിടെ എന്താണ്? ഈ ഇൻ്റർവെല്ലിൽ ടി ലെസ് ദാൻ 2 ആണ്. ടി ലെസ് ദാൻ 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എന്താണ്? ടി ഈസ് ലെസ് ദാൻ 3 ആണ് അല്ലേ. സോ അവിടെ ഇതിൻ്റെ വാല്യൂ യു ഓഫ് ടി മൈനസ് 3ൻ്റെ വാല്യൂ എന്താ വരിക? യു ഓഫ് ടി മൈനസ് 3ൻ്റെ വാല്യൂ എന്താ വരിക? 0. ടി ലെസ് ദാൻ 3 ആകുമ്പോൾ 0 ആണ്. ടി ലെസ് ദാൻ 2 പറഞ്ഞാൽ അതിൻ്റെ തന്നെയാണ് ടി ലെസ് ദാൻ 3 ആണ്. സോ യു ഓഫ് ടി മൈനസ് 3ൻ്റെ വാല്യൂ 0 വരും. സോ ഇവിടെ എന്താണ്? പ്ലസ് 0. സോ 2 മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് 0 ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2ൽ എഫ് ഓഫ് ടിൻ്റെ വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷനിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? 2 ആണെന്ന് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2, ഈ ഇൻ്റർവെല്ലിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3ൽ എഫ് ഓഫ് ടിൻ്റെ വാല്യൂ -1 ആണ്. അത് ഈ ഫംഗ്ഷൻ വെച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ഉണ്ട്. -3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. യു ഓഫ് ടി മൈനസ് 2 നമ്മുടെ ഇൻ്റർവെൽ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3, അതായത് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അപ്പോൾ യു ഓഫ് ടി മൈനസ് 2 എന്താണ്? 1 ആണ്. സോ ദിസ് ഈസ് 3 ഇൻറ്റു 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. യു ഓഫ് ടി മൈനസ് 3ൻ്റെ വാല്യൂ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ലാണ് 1, ടി ലെസ് ദാൻ 3ൽ അതെന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ടി എന്താണ്? ലെസ് ദാൻ 0 ആണ്. സോ ദിസ് ഈസ് 0 ദാറ്റ് ഈസ് 2 മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 മൈനസ് 3 ഈക്വൽ ടു -1. സോ ഇൻ്റർവെല്ലിലും വാല്യൂ എന്താണ്? കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇൻ്റർവെൽ എടുക്കുക. ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇൻ്റർവെൽ. അവിടെ എഫ് ഓഫ് ടി എന്താണ്? 2 മൈനസ് 3 ഇൻറ്റു ടി യു ഓഫ് ടി മൈനസ് 2. യു ഓഫ് ടി മൈനസ് 2 അവിടെ എന്താണ്? ഇവിടെ യു ഓഫ് ടി മൈനസ് 2 0 ആവുമ്പോഴാണ് ടി ലെസ് ദാൻ 2 ആവുമ്പോൾ. ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇതെന്താണ്? 1 ആണ്. ഇവിടെ ടി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. സോ ഒബ്വിയസ്ലി ടി എന്താവും? ഗ്രേറ്റർ ദാൻ or equal to 2 ആവും. സോ ദിസ് വിൽ ബി 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. യു ഓഫ് ടി മൈനസ് 3 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ൽ എന്താണ്? 1 ആണ്. വീണ്ടും 1. സോ ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 0. സോ ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിലും ഇതേ വാല്യൂ തരുന്നുണ്ട്. സോ ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷന് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഇൻ ജനറൽ എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓഫ് ദ ടൈപ്പ് എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് എച്ച് ഓഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ to a, then we can write f of t as g of t minus g of t into u of t minus a plus h of t into u of t minus a.
അപ്പോൾ ഇവിടെ നമുക്കൊരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ട്. അത് 0 to a അതിൻ്റെ വാല്യൂ ജി ഓഫ് ടി ആണ്. ആൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഫംഗ്ഷൻ്റെ വാല്യൂ എച്ച് ഓഫ് ടി ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് എഴുതാം അല്ലേ? കാരണം ഇവിടെ നോക്കൂ, ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ എന്നുള്ള ഇൻ്റർവെല്ലിലാണെങ്കിൽ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ എന്താണ്? ജി ഓഫ് ടി. അതിവിടെ കിട്ടണം. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് എ എന്താണ്? 0 ആണ്. ഇവിടെയും യു ഓഫ് ടി മൈനസ് എ 0 കിട്ടും. സോ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് ടി എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആകുമ്പോൾ ഇവിടെ ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയിൽ യു ഓഫ് ടി മൈനസ് എ എന്താണ്? 1 ആണ്. സോ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു 1 പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇതും എന്താണ് വരുന്നത്? എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ടി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആയതുകൊണ്ട് ഇതും ഈക്വൽ ടു 1 ആണ് വരിക. സോ എച്ച് ഓഫ് ടി ഇൻറ്റു 1 വരും. സോ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് ടി എന്ന് കിട്ടും. ജി ഓഫ് ടി ക്യാൻസൽ ആയി പോകും, എച്ച് ഓഫ് ടി എന്ന് കിട്ടും. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് കിട്ടും? എച്ച് ഓഫ് ടി ആണെന്ന് കിട്ടും. Next, similarly a function of the type f of t equal to 0 for 0 less than or equal to t less than a, g of t for a less than or equal to t less than b, and 0 for t greater than or equal to b can be written as f of t equal to g of t into u of t minus a minus u of t minus b. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എഫ് ഓഫ് ടി. അത് ഫോർ ടി ലെസ് ദാൻ എ, 0 to a അതിൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് ഫോർ എ ടു ബി അതിൻ്റെ വാല്യൂ ജി ഓഫ് ടി ആണ്. ആൻഡ് ഫ്രം ബി അതിൻ്റെ വാല്യൂ എന്താണ്? വീണ്ടും 0 ആണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആകുമ്പോൾ യു ഓഫ് ടി മൈനസ് എ എന്താണ്? 0 ആണ്. ആൻഡ് യു ഓഫ് ടി മൈനസ് ബി 0 ആവുക എപ്പോഴാണ്? ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അത് 1 ആണ്. സോ ടി ലെസ് ദാൻ ബി ആവുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ടി ലെസ് ദാൻ ബി ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇവിടെ എന്താണ്? ടി ഇൻ്റർവെല്ലിൽ എന്താണ്? ടി ലെസ് ദാൻ എ ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ബി ആണ്. അതുകൊണ്ട് യു ഓഫ് ടി മൈനസ് ബി എന്താവും? ഈ ഇൻ്റർവെല്ലിൽ 0 ആവും. സോ 0 മൈനസ് 0 കിട്ടും. ജി ഓഫ് ടി ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. നെക്സ്റ്റ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി. ആ ഇൻ്റർവെല്ലിൽ ജി ഓഫ് ടീൻ്റെ വാല്യൂ എന്താ? എഫ് ഓഫ് ടീൻ്റെ വാല്യൂ എന്താണ്? ജി ഓഫ് ടി ആണ്. നോക്കൂ, ഇവിടെ ടി ലെസ് ദാൻ ബി അല്ലെ, യു ഓഫ് ടി മൈനസ് എ എൻ്റെ വാല്യൂ 0 ആവുമ്പോഴാണ് ടി ലെസ് ദാൻ എ ആവുമ്പോൾ. പക്ഷേ ഇവിടെ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് യു ഓഫ് ടി മൈനസ് എ എന്താണ്? 1 ആണ്. ആൻഡ് യു ഓഫ് ടി മൈനസ് ബി ഇവിടെ ടി ലെസ് ദാൻ ബി ആണ്. സോ യു ഓഫ് ടി മൈനസ് ബി ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ജി ഓഫ് ടി ഇൻറ്റു 1 ഈക്വൽ ടു ജി ഓഫ് ടി. അവിടെ വാല്യൂ കിട്ടുന്നുണ്ട്. ഇൻ നെക്സ്റ്റ്, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവുമ്പോൾ യു ഓഫ് ടി മൈനസ് എ ഇതും 1 ആവും, ദാറ്റ് ഈസ് 1 മൈനസ് 1. വീണ്ടും ഇതെന്താവും? 0 ആവും. സോ ജി ഓഫ് ടി ഇൻറ്റു 0 ഈക്വൽ ടു 0 കിട്ടും. ആ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 0, ജി ഓഫ് ടി 0 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ഫോമുല എഴുതാം. എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എക്സ്പ്രസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 20t ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 5 ആൻഡ് 0 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതണം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി, ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് എച്ച് ഓഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ അതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന ഫോമിൽ എഴുതാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 20t ആണ്, എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 ആണ് ആൻഡ് എ ഈക്വൽ ടു 5. സോ ഈ 3 വാല്യൂസും ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എഫ് ഓഫ് ടി ഈക്വൽ ടു 20t മൈനസ് 20t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 5 പ്ലസ് 0, ദാറ്റ് ഈസ് 20t മൈനസ് 20t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 5. നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ ഈ രീതിയിലാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുക.
Next, consider a general function y is equal to f of t defined for t greater than or equal to 0. The piecewise defined function f of t minus a into u of t minus a equal to 0 for 0 less than or equal to t less than a, and f of t minus a and f of t minus a for t greater than or equal to a. ഒരു general function y is equal to f of t and it is defined for t greater than or equal to 0. നോൺ നെഗറ്റീവ് ടീസിനൊക്കെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f of t minus a into u of t minus a വാല്യൂ എവിടെ u of t minus a എവിടെ 0 for t less than a, so that will be 0 for 0 less than or equal to t less than a, and this is equal to 1 for t greater than or equal to a, so that is f of t minus a into 1 കിട്ടും, that is f of t minus a for t greater than or equal to a. Next, second shifting theorem അല്ലെങ്കിൽ second translation theorem. If f of s equal to L of f of t exists for s greater than k greater than or equal to 0, and if a is a non-negative constant, then L of f of t minus a into u of t minus a equal to e raised to minus as L of f of t, that is equal to e raised to minus as into f of s for s greater than k. Conversely, if f of t equal to L inverse of f of s, then L inverse of e raised to minus as f of s equal to f of t minus a into u of t minus a. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എന്താവും ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി. ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആക്കി എടുത്തുകൊണ്ട് ഇതിനെങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണെന്ന് എഴുതാം. നമുക്കിവിടെ കാണിക്കേണ്ടത് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇതാണെന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. So we know that f of t minus a into u of t minus a equal to 0 ആയിരിക്കും for 0 less than or equal to t less than a, and it will be equal to f of t minus a for t greater than or equal to a. കാരണം എന്താണ്, u of t minus a നമ്മൾ കണ്ട യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്താണ്, നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അത് വെച്ചിട്ട് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി വിത്ത് ഫംഗ്ഷൻ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്താണ്, ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. സോ നമ്മൾ ഈ 0 ടു ഇൻഫിനിറ്റി ഉള്ള ലിമിറ്റിന് എന്താണ് 0 ടു എ ആൻഡ് എ ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഡി ടി എന്നെഴുതാം. ഇനി ഇൻ്റഗ്രൽ 0 ടു എ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ടീൻ്റെ ലിമിറ്റാണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എയിൽ നമുക്കറിയാം യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ എന്താണ്, 0 ആണ്. സോ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഫോർ ടി ലെസ് ദാൻ എ എന്താണ്, 0 ആണ്. സോ അതിവിടെ കൊടുത്താൽ എന്തായിട്ട് ഇൻ്റഗ്രൽ 0 ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 0 ഡി ടി കിട്ടും, പ്ലസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ്. ഇവിടുത്തെ ലിമിറ്റ് എന്താണ്, 0 ലെസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് ഇവിടുത്തെ ലിമിറ്റ്. അവിടെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ അല്ലേ. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയിൽ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ എന്താണ്, എഫ് ഓഫ് ടി മൈനസ് എ ആണ്. സോ ഇവിടെ നമുക്ക് ഈ ലിമിറ്റിൻ്റെ ഇടയിൽ നമുക്ക് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എക്ക് പകരം എഫ് ഓഫ് ടി മൈനസ് എ എന്ന് മാത്രം കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ ഡി ടി.
ഇവിടെ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടി മൈനസ് എ ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി ടി ഈക്വൽ ടു എന്ത് കിട്ടും? ഡി എക്സ് കിട്ടും. ഇനി ലിമിറ്റ് ടി മൈനസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. സോ വെൻ ടി ഇസ് ഈക്വൽ ടു എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇനി അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ലിമിറ്റ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി അല്ലേ? ടീന് പകരം ടിക്ക് നമ്മൾ എന്താ ടി മൈനസ് എ ഈക്വൽ ടു എക്സാ കൊടുത്ത്, അതായത് ടി ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് എക്സ്. സോ ടി ഈക്വൽ ടു ഇവിടെ എക്സ് പ്ലസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ. ടി മൈനസ് എ ഇസ് ഈക്വൽ ടു എക്സ്. സോ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ്, ഈ ബ്രാക്കറ്റ് തുറന്നാൽ ഇ റേസ് ടു മൈനസ് എ എസ് കിട്ടും ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് എക്സ് കിട്ടും. അതിൽ ഇ റേസ് ടു മൈനസ് എ എസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് എഫ് എസ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ നമ്മൾ ജസ്റ്റ് ആ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഇക്വേഷൻ എക്സിലായിരുന്നു, അതിൽ നമ്മൾ എക്സ് മാറ്റിയിട്ട് ടി കൊടുത്തു, വേറെ ഒരു ചേഞ്ചും കൊടുത്തിട്ടില്ല. അങ്ങനെ എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഉണ്ട്. എന്താണ്? ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അതെന്താണ്? ബൈ ഡെഫിനിഷൻ അതെന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? എൽ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്താണ്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇൻവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എൽ ഇൻവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടാം? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ അല്ലെ? ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും പോയിട്ട് ഇവിടെ എന്ത് കിട്ടും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. Next, alternative form of second shifting theorem. We are frequently confronted with the problem of finding the Laplace transform of a product of a function g and a unit step function u of t minus a, where the function g lacks the precise shifted form f of t minus a as in the above theorem. To find the Laplace transform of g of t into u of t minus a. ലാസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടിരുന്നത് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെ? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എഫ് ഓഫ് ടി മൈനസ് എ ഈ ഫോമിലല്ലാതെ എൽ ഓഫ് സം ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കാണുക എന്നുള്ളതാണ് അൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി, ഒരു ഫംഗ്ഷൻ ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി. നമ്മളെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതിവിടെ കൊടുത്തു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി. അപ്പോൾ ഇവിടെ വീണ്ടും ഇതെന്താണ്? ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് വരുന്നത് കൊണ്ട് തന്നെ ഈ ലിമിറ്റിന് നമുക്ക് എന്തായാലും 0 ടു ഇൻഫിനിറ്റി ഉള്ള ലിമിറ്റിന് 0 ടു എയും എ ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇൻറ്റഗ്രൽ 0 ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് എഴുതാം. ഇനി യു ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ഇതിൻ്റെ വാല്യൂ എന്താവും? 0. സോ ഇത് കംപ്ലീറ്റ് 0. ഇൻറ്റഗ്രൽ 0 ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടീൻ്റെ വാല്യൂ 0 ടു എ എന്താണ്? 0 ആണ്. സോ അത് കൊടുത്താൽ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോൾ. ഇനി അടുത്തത് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇതിൻ്റെ വാല്യൂ എന്താണ്? ജി ഓഫ് ടി ആണ്. സോ ഇവിടെ എന്ത് വരും? ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇത് കംപ്ലീറ്റ് 0 ആയി. ബാക്കി എന്താ ഉണ്ടാവുക? ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം യു ഈക്വൽ ടു ടി മൈനസ് എ എന്ന് കൊടുത്തു. ഓക്കെ,
സോ യു ഈക്വൽ ടു ടി മൈനസ് എ എന്ന് കൊടുത്താൽ ഇവിടുന്ന് എന്താ കിട്ടുക, ഡി യു ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ആൻഡ് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ലിമിറ്റും ചേഞ്ച് ചെയ്യണം. സോ ഇവിടെ ടിയിൽ ടി ഈസ് ഈക്വൽ ടു എ, ടി ഈക്വൽ ടു എ ആകുമ്പോൾ യു എന്താ കിട്ടുക, ടി മൈനസ് എ ആണ്, യു ഈക്വൽ ടു 0 കിട്ടും. ആൻഡ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു എന്താ കിട്ടുക, ഇൻഫിനിറ്റി മൈനസ് എ, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ ലിമിറ്റ് എന്താവും, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ടി. ടിക്ക് പകരം എന്ത് കൊടുക്കണം, ഇവിടെ യു ഈക്വൽ ടു ടി മൈനസ് എ ആണ്. സോ ടി ഈസ് ഈക്വൽ ടു എന്താണ്, യു പ്ലസ് എ, മൈനസ് എസ് ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു ജി ഓഫ് ടി. ടിക്ക് പകരം യു പ്ലസ് എ ഇൻറ്റു ഡി ടി എന്താണ്, ഡി യു ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇ റേസ് ടു മൈനസ് എസ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. സോ ഇ റേസ് ടു മൈനസ് എ എസ് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് യു ജി ഓഫ് യു പ്ലസ് എ ഡി യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ വീണ്ടും ഇത് യുവിലുള്ള ഫംഗ്ഷൻ ആണല്ലേ, അപ്പോൾ നമ്മൾ ആ വേരിയബിളിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ടിയിലേക്ക് ഉണ്ടാക്കി, ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി പ്ലസ് എ ഡി ടി. സോ ഇവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഇതെന്ത് ഫോമുല കിടക്കുന്നത്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി പ്ലസ് എ ഡി ടി അല്ലേ. അതായത് ഇവിടുത്തെ എന്താണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്ന് കിട്ടും. നമുക്കതിൻ്റെ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 കാണണം. ഓക്കെ, ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. സോ ഇവിടെ ജി ഓഫ് ടി എന്താണ്, ടി സ്ക്വയർ ആണ്, ആൻഡ് എ എന്താണ്, 2 ആണ്. സോ ദിസ് എന്ത് ഫോമിലാണ്, എ ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ വെർ ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആൻഡ് എ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം ഇതിൻ്റെ ഇതെങ്ങനെ, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു മൈനസ് എ എസ് ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആണ്. സോ ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ്, എ എന്താണ്, 2 ആണ്. സോ ഇ റേസ് ടു മൈനസ് 2s ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി പ്ലസ് എ, ജി ഓഫ് ടി എന്താണ്, ടി സ്ക്വയർ ആണ്. സോ ജി ഓഫ് ടി പ്ലസ് എ എന്താവും, ടി പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇവിടുത്തെ എ എന്താണ്, 2 ആണ്. സോ ടി പ്ലസ് 2 ഹോൾ സ്ക്വയർ. സോ ഇ റേസ് ടു മൈനസ് 2s ലാപ്ലാസ് ഓഫ് ടി പ്ലസ് 2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്, ലീനിയർ ആണ്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ലാപ്ലാസ് ഓഫ് ടി പ്ലസ് 4 ഇൻറ്റു ലാപ്ലാസ് ഓഫ് 1 എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2s 2 ബൈ എസ് ക്യൂബ് പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ്.